യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വണ്ടി ഓഫ് ചെയ്യ. ഭാവന ഇല്ലാതാക്കാൻ നോക്കിയ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയല്ലേ? സൂര്യ, കത്തിമാച്ച് ഞാൻ പറയുന്നത് കേക്ക്. ഇല്ലടാ, ഇന്ന് നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. എന്റെ ഭാവനയെ ജീവച്ചമാക്കിയിട്ട് നീ അങ്ങനെ ജീവിക്കണ്ട. നിനക്ക് എത്രമാത്രം ശത്രുത ഭാവനയോടുണ്ടായിട്ടാ നീ ഇങ്ങനെ ഒരു ക്രൂരത അവളോട് ചെയ്തത്? അതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാവും. സൂര്യ, നീ അബദ്ധം കാണിക്കരുത്. എന്നെ കൊന്നത് കൊണ്ട് മാത്രം നീ ഒന്നും നേടാൻ പോകുന്നില്ല. കാരണം എന്നേക്കാൾ വലിയ ശത്രുക്കൾക്കിടയിലാണ് ഭാവന ജീവിക്കുന്നത്. എന്നെ കൊന്ന നീ ജയിലിൽ പോകുന്നല്ലാതെ യഥാർത്ഥ പ്രതികള് ഇനിയും ഭാവനയുടെ പിന്നാലെ ഉണ്ടാവും. നീ എന്താടാ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണോ? ഒരിക്കലുമല്ല സൂര്യ. ഞാനിപ്പോ ഭാവനോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണെന്നും ആർക്കു വേണ്ടിയാണെന്നും പറഞ്ഞ നിനക്ക് താങ്ങാനാവില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്കിൽ നീ അത് ആരാണെന്ന് പറയും. നിന്നെ കൊണ്ട് ഞാനെല്ലാം പറയിപ്പിക്കും. അല്ലാതെ നിന്നെ ഞാൻ വിടില്ല. വിട്ടു സൂര്യ. ചില സത്യങ്ങള് നീ അറിയാതിരിക്കുന്നത് നല്ലത്. അറിഞ്ഞ നിനക്കത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. താങ്ങാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മര്യാദയ്ക്ക് സത്യം പറ. നിന്റെ പിന്നിൽ ആരാ ഉള്ളത്? അത് നീ പറഞ്ഞേ പറ്റൂ. എന്തിനാ സൂര്യത്തെയും വാശി? ഭാവനയെ വണ്ടി എടുപ്പിച്ച് കൊല്ലാൻ നോക്കിയത് ആരാണെന്ന് നീ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷമാണല്ലോ ഭാവന എന്റെ മുന്നിലേക്ക് വന്നത്. അപ്പൊ ഭാവനയുടെ ശത്രു ഞാൻ മാത്രമല്ല. നീ ആദ്യം വണ്ടി എടുപ്പിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കും. അവൻ ആരായാലും ഞാൻ കണ്ടുപിടിക്കും. ഇപ്പൊ എനിക്കറിയേണ്ടത് നിന്റെ പിന്നിൽ ആരാണെന്ന്. മര്യാദയ്ക്ക് ആർക്ക് വേണ്ടിയാ നീ പാതകം ചെയ്തത്? ആദ്യം കത്തി ഒന്ന് മാറ്റി. ഇല്ല, നീ പറയാതെ ഞാൻ കത്തി മാറ്റില്ല. മറ്റാരുമല്ല, നിന്റെ അമ്മ തന്നെയാ. അതെ സൂര്യ, ഭാവനയെ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി നിന്റെ അമ്മയാ ഇതെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. വെറുതെ അനാവശ്യം പറയരുത്. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യും സൂര്യ. നിന്റെ അമ്മ നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ഒന്നുകൂടി നീ അറിഞ്ഞോ, ഭാവനയുടെ ജീവിതത്തിലേക്ക് നിരഞ്ജൻ എന്ന ക്രിമിനലെ ഭർത്താവിന്റെ വേഷത്തിൽ കെട്ടിവിട്ടതും നിന്റെ അമ്മ തന്നെയാ. അത് ഞാൻ തന്നെ ചെയ്തു. ഒരിക്കലും ഭാവനെ സൂര്യ കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ഇതെല്ലാം ഭാവനയ്ക്കും അറിയാം. ഭാവനയ്ക്കറിയാമെന്ന് സൂര്യയുടെ അമ്മയ്ക്കും അറിയാം. അപ്പോ ഭാവന എന്ന റിസപ്ഷന്റെ ദിവസം കിഡ്നാപ്പ് ചെയ്തതിന് പിന്നിൽ നീയാണോ? അതെ, അത് ഞാൻ തന്നെയാ ചെയ്തത്. നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ സുഹൃത്തായിട്ടും ഭാവന വിവരം സൂര്യയോട് പറയാതിരുന്നത് എന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല.
ഇത്രയും നാള് നീ വിശ്വസിച്ചിരുന്ന ഭാവന പോലും നിന്നോട് കള്ളം പറഞ്ഞു നിന്നെ ചതിച്ചില്ലേ? അവള് നിന്നോട് കാണിച്ചത് വിശ്വാസവഞ്ചനയല്ലേ? എന്തേ ഇപ്പൊ എന്നെ കൊല്ലണ്ടേ? ചെന്ന് നിന്റെ അമ്മയുടെ കഴുത്തിൽ എന്നെ കത്തിവെക്ക്, എന്നിട്ട് ചോദിക്ക്. ഇനി ഒന്നുകൂടി എനിക്കറിയണം, ഭാവനയ്ക്കുണ്ടായ ആക്സിഡന്റിന് പിന്നിൽ ആരാ? അതെന്തായാലും സൂര്യയുടെ അമ്മയല്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഭാവനയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്ന്. നീ ബുദ്ധിമാനല്ലേ, കണ്ടുപിടിക്ക്. അല്ലാതെ എന്നെ മാത്രം ശിക്ഷിക്കാൻ ഇറങ്ങിയ ആദ്യം തൂങ്ങുന്നത് സ്വന്തം അമ്മ തന്നെയായിരിക്കും. അതിനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. നിന്റെ കാമുകിയുടെ ആരാച്ചാരിപ്പോ നിന്റെ അമ്മ തന്നെയാ. അല്ലെങ്കിൽ നീ നോക്കിക്കോ, ഏത് നിമിഷവും ഭാവനയ്ക്ക് എന്തും സംഭവിക്കും. ഒന്ന് പോടാ.